എല്ലാവർക്കും നമസ്കാരം. ഞാനും സാറയും ഇന്ന് യാത്ര ചെയ്യുന്നത് സ്ട്രഡോണിലേക്കാണ്. ലീഡ്സിൽ നിന്ന് ഏകദേശം 146 മൈൽ ദൂരമുണ്ട് സ്ട്രഡോണിലേക്ക്. ഏകദേശം 2 മണിക്കൂറും 45 മിനിറ്റും ട്രാവൽ ചെയ്ത് വേണം അങ്ങോട്ടേക്ക് എത്തുവാനായിട്ട്. ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്ത് പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുകയാണ്. ഇവിടെ നിന്നും പാർക്കിംഗ് ഫീസ് അടച്ചിട്ട് വേണം ഞങ്ങൾക്ക് ട്രക്കിംഗ് ഏരിയയിലേക്ക് പോകാൻ. ഏകദേശം 3 പൗണ്ടാണ് ഇവിടെ 6 മണി വരെയുള്ള പാർക്കിങ്ങിന് അവർ ഈടാക്കുന്നത്. വരുന്ന വഴിയിൽ കുറേ പാർക്കിംഗ് ഏരിയ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മൾ ഇവിടെയുള്ള ഏത് സ്ഥലങ്ങളിൽ പോയാലും നമ്മൾ പോകേണ്ട സ്ഥലത്തിൻ്റെതായ വ്യക്തമായ മാപ്പ് അവിടെ ഉണ്ടാവും. ഏകദേശം 4.5 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ട ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് ഇത്. ട്രക്കിങ്ങും ക്യാമ്പിങ്ങും ഫിഷിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വരാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് സ്ട്രഡോണിയ. എന്തുകൊണ്ട് എല്ലാവരും ഈ സ്ഥലം പാർക്കിംഗ് ഏരിയ തിരഞ്ഞെടുക്കുന്നു എന്നതിൻ്റെ പ്രധാന കാരണം അവിടെ എല്ലാവർക്കും ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ള ടോയ്ലറ്റും കഫേ ബാറും ഉണ്ട് എന്നുള്ളതാണ്. ചെറിയ വെള്ളച്ചാട്ടങ്ങളും തടാകങ്ങളുമായി മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അടിപൊളി ഭൂപ്രദേശമാണിത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു 6 കൽത്തൂണുകൾ കാണുവാൻ സാധിക്കും. ഈ 6 കൽത്തൂണുകളും സൂചിപ്പിക്കുന്നത് 6 മലനിരകളെയാണ്. ഇവിടെയുള്ള ഓരോ കൽത്തൂണിലും അത് സൂചിപ്പിക്കുന്ന മലയുടെ പേര് അവിടെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ദ്വാരത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു മല കാണുവാൻ തന്നെ സാധിക്കും. ഇവിടെയുള്ള തടാകങ്ങളുടെ ഭാഗമായിട്ടുള്ള ചെറിയ തോടുകളാണ് ഈ കാണുന്നത്. ഇതിനോട് ചേർന്ന് 1-2 വെള്ളച്ചാട്ടങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ഞങ്ങൾ പോയത് സ്പ്രിംഗ് സീസണിൻ്റെ തുടക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഹരിതാഭയും പച്ചപ്പും ഒക്കെ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് രണ്ട് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇവിടെ മുഴുവനും പച്ചയാൽ നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. ഞങ്ങൾ പോയ ദിവസം ഒരുപാട് സ്കൂൾ കുട്ടികളെ അവിടെ കാണുവാൻ സാധിച്ചിരുന്നു. ട്രക്കിങ്ങിൻ്റെ കിറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരുപാട് പേര് മല കയറുന്നത് കണ്ടു. ഇവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും ഇങ്ങനെ പരിശീലിപ്പിക്കാറുണ്ട് എന്നുള്ളതൊരു നല്ല കാര്യം തന്നെയാണ്. ഈ തടിപ്പാലവും കയറി കുറേ നടന്നു വേണം നമുക്ക് ലേക്കിൻ്റെ അടുത്തേക്ക് എത്തുവാനായിട്ട്. ഈ തടിപ്പാലവും ഇതിനോട് ചുറ്റുമുള്ള ഈ ഒരു വെള്ളച്ചാട്ടവും വളരെ ആകർഷണീയമായ ഒന്ന് തന്നെയാണ്. ഇവിടെ അടുത്താണ് മിലിറ്ററി എയർക്രാഫ്റ്റിൻ്റെ ലോ ലെവൽ ഫ്ലൈയിങ് പ്രാക്ടീസ് ചെയ്യുന്ന ബേസ് ഉള്ളത്. അപ്രതീക്ഷിതമായ സമയത്ത് നമ്മുടെ അടുത്തുകൂടെ പല എയർക്രാഫ്റ്റുകളും പറന്നു പോകും. ആദ്യമൊക്കെ പേടി തോന്നിയെങ്കിലും പിന്നീട് അതൊരു കൗതുകമായി തോന്നി. അങ്ങനെ നമ്മൾ കുറേ നടന്ന് നമ്മൾ കാണാൻ വന്നിരുന്ന ആ ഒരു തടാകത്തിൻ്റെ അടുക്കിലേക്ക് എത്തപ്പെട്ടു. ഞങ്ങളിവിടെ വരുമ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു. ഈ ഒരു കാലാവസ്ഥയിൽ ഇവിടെ ഈ ഒരു കാറ്റും കൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. നല്ല ആഴമുള്ളതും കണ്ണാടി പോലെ തിളങ്ങുന്നതുമായ വെള്ളമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെയൊക്കെ നാട്ടിൽ വേനലവധിക്ക് ആറ്റിൽ കുളിക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്.
ഒരു പ്രത്യേക കാര്യമുള്ളത്, ഇവിടെയുള്ള ഒരു ലേക്കിലും നമുക്ക് ഇറങ്ങുവാനോ നീന്തുവാനോ അനുമതിയില്ല. എപ്പോഴെങ്കിലും ഒരു ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്യാൻ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട സമയമായിരിക്കുന്നു. ഞങ്ങൾക്ക് വേറൊരു സ്ഥലം കൂടെ ഇവിടെ പോയി കവർ ചെയ്യാനുണ്ട്. ഇവിടെ നിന്നും ഞങ്ങൾ അടുത്തതായി പോകുന്നത് ഇവിടെ നിന്നും ഏകദേശം ഒരു 30 മിനിറ്റ് മാത്രം ദൂരമുള്ള ആബർ ഫോൾസിലോട്ടാണ്. അവിടെ ചെന്നിട്ട് അതും കണ്ടിട്ട് വേണം തിരിച്ച് ലീഡ്സിലേക്ക് പോകുവാൻ. ഇവിടെ എപ്പോഴെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വരുമ്പോൾ നോർമൽ ഷൂസിന് പകരം ട്രക്കിംഗ് ഷൂസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്കുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഫോണിന് ഒട്ടും റേഞ്ചില്ലാത്തൊരു സ്ഥലം കൂടിയാണ് ഇത്. ഇനിയും താഴെ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് പുതിയ സ്ഥലത്തേക്കുള്ള മാപ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ട്. യാത്രകൾ അവസാനിക്കുന്നില്ല, അതുപോലെ തന്നെ കാഴ്ചകളും. ബൈ ബൈ ഫ്രം ടൈം ട്രാവലർ.